2010 ഇവിടെ ഒരു വലിയ സ്നോഫോൾ ഉണ്ടായി. സ്നോഫോൾ ഉണ്ടായിട്ട് ശരിക്കും ദ ഹോൾ കൺട്രി കെയിം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. സ്കൂൾസ് എല്ലാം അടഞ്ഞു, റോഡിലെല്ലാം സ്നോ പെയ്തിട്ട് പെട്ടെന്ന് ഫ്രീസിങ് കണ്ടീഷൻസിലേക്ക് മാറിയിട്ട് അവിടെ ഐസ് പോലെ. അപ്പം ആൾക്കാർക്ക് എങ്ങും പോകാൻ പറ്റാതായി, ഐസ് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ഐസൊക്കെ വെട്ടിപ്പൊളിച്ച്, റോഡും കൂടെ വെട്ടിപ്പൊളിച്ചൊക്കെയാണ് അത് ശരിയാക്കിയത്. ആ സമയത്ത് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ റിസൈൻ ചെയ്യുകയും ചെയ്തു, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട്. കാര്യം അവർക്ക് ഫോക്കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് സ്നോ വരികയും ഹെവി സ്നോ വരികയും ഐസ് ആകുകയും കംപ്ലീറ്റ് കൺട്രി സ്റ്റാൻഡ് സ്റ്റിൽ പോകും. ആൾക്കാരെല്ലാം മണിക്കൂറുകളോളം ഹൈവേയിൽ സ്റ്റക്കാവുന്നു. വലിയ കയറ്റത്തിലൊക്കെ ട്രക്ക് പോയിട്ട് ആ ഐസിൽ തെന്നി പോരുകയാണ്. അപ്പോൾ ഒത്തിരി ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നു. ഒത്തിരി പേര് അന്ന് ശരിക്കും ബുദ്ധിമുട്ടി. ഈ ഒരു പെട്ടെന്നൊരു ക്രൈസിസ് വന്നപ്പോൾ മിനിസ്റ്റർ റിസൈൻ ചെയ്യുകയും ചെയ്തു. ഈ അടുത്തിടയിൽ ഇവിടെ ഒരു സ്റ്റോം വന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വലിയ സ്റ്റോം വന്നു. ഭയങ്കര 100 മൈൽസ് അപ്പുറം വലിയ വിൻഡും ഒക്കെ വന്നിട്ട്. അപ്പം ആ സമയത്ത് ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒരു ബിൽഡിങ്ങിൽ നിൽക്കുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒരു റിവർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ വലിയൊരു കാറ്റും ആ ഒരു സ്ലീറ്റും ഭയങ്കര മഴയും ഒരു ഐസ് പെയ്യുമാണ് ശരിക്കും. ആ സമയത്ത് ഈ വെള്ളത്തിൽ ഉള്ള ചെറിയ കുറച്ച് കിളികളുണ്ട്. നല്ല ഭംഗിയാണ് അതിനെ കാണാൻ. അപ്പോൾ ഈ കിളികളെല്ലാം കൂടെ കൂട്ടത്തോടെ ആ വെള്ളത്തിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുകയാണ്. ആ റിവർ നിറച്ച് അങ്ങനെയുള്ള കിളികൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നു. ചിലത് ആ ഭയങ്കര കാറ്റത്ത്, അത്രയും സ്പീഡിലുള്ള കാറ്റിൽ അതങ്ങ് നിന്ന് കൊടുക്കുകയാണ്. നിന്ന് കൊടുക്കുമ്പോൾ തന്നെ പറന്നങ്ങ് പോവാണ്. പക്ഷെ എല്ലാം മിക്കതും വന്നിട്ട് ആ വെള്ളത്തിൽ ആ വേവ്സ് എല്ലാം ഭയങ്കര മുകളിൽ താഴെയൊക്കെ പോകുമ്പോൾ അത് നല്ല കൂളായിട്ട് അതിൻ്റെ കൂടെ അതങ്ങ് നിൽക്കുകയാണ്. അതിൻ്റെ ആ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റാണ്. സുനാമി വന്നപ്പോൾ ചില ആദിവാസികൾ, ആൻഡമാനിലും ഒക്കെ ഉള്ള ആദിവാസികൾ, തായ്ലൻഡിൽ ഇവിടെയുള്ള അവർ ഒരാൾ പോലും ആ സമയത്ത് അപകടത്തിൽപ്പെട്ടില്ല. അവരുടെ ചില വീടുകൾ, പഴയ കാലത്ത് അവരുടെ ആ സ്റ്റൈൽ അനുസരിച്ച് ഉണ്ടാക്കിയ വീടുകൾ, അതിനൊന്നും പറ്റിയില്ല. അതിൽ ഒരാൾ പോലും മരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആദിവാസികൾ കുറച്ച് മൊക്കാൻ എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെ രക്ഷിക്കാനായിട്ട് ഹെലികോപ്റ്റർ, ആൻഡമാനിലൊക്കെ എനിക്കൊന്ന് ഹെലികോപ്റ്റർ ചെന്നപ്പോഴത്തേക്ക് അവർ അമ്പ് ചെയ്ത് താഴെ വീഴ്ത്താൻ തുടങ്ങി. കാര്യം അവർ ആ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് അവർ താല്പര്യപ്പെടുന്നില്ല. അവരുടെ ആ നാച്ചുറൽ ഇൻസ്റ്റിങ്സ്, അവരുടെ ആ പഴയ ഇൻസ്റ്റിങ്സിൽ അവർ ആ അത്രയും വലിയൊരു ക്രൈസിസ് വന്നപ്പോൾ, എത്രയോ ടെക്നോളജി എന്തുമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം ഒത്തിരി പേര് മരിച്ചുപോയി. ഒത്തിരി പേർക്ക് അപകടം സംഭവിക്കും, ഒത്തിരി പേരുടെ വീട് നഷ്ടപ്പെടുന്നു. വല്ലാത്തൊരു ക്രൈസിസ്. പക്ഷെ ഈ കൂട്ടർ അവരുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ആ വിശ്വാസങ്ങൾ, ചിലത് അന്ധവിശ്വാസങ്ങളാണെങ്കിൽ പോലും അവർ അത് സർവൈവ് ചെയ്തു. എനിക്ക് എൻ്റെ ഒരു നീസ്, എൻ്റെ സിസ്റ്റർ, മൂത്ത സിസ്റ്ററിന് എനിക്ക് തോന്നുന്നൊരു 10-17 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പം പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്നു. അവർക്കൊരു കുഞ്ഞ്, വളരെ ആഗ്രഹത്തോടു കൂടി ഒരു കുഞ്ഞ് ഉണ്ടാകാൻ പോകുന്നു. അപ്പം പുള്ളിക്കാരിക്ക് ഹോർമോണൽ കുറച്ച് ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരി വളരെ ആഗ്രഹത്തോടെ ആ കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അപ്പോൾ ഹോർമോണൽ ഡിഫറൻസ് വരുമ്പോൾ തന്നെത്താനെ പോയി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വളരെ താല്പര്യത്തോട്, വളരെ സന്തോഷത്തോടുകൂടി ആ കുഞ്ഞിനെ അവർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറയുകയാണ്, ആ കുഞ്ഞിന് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിന് തന്നെത്താനെ ബ്രീത് ചെയ്യാനുള്ള കഴിവില്ല.
അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പോൾ അതിന് ആ പൊക്കിൾ കുടിയിലൂടെ ആയതുകൊണ്ട് അതിന് ജീവിക്കാൻ പറ്റും, അതിന് വേണ്ട നറിഷ്മെൻറ്റും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ലങ്സ് അവിടെ കംപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്, അതിന് ബ്രീത് ചെയ്യാൻ പറ്റുന്നില്ല. നല്ലൊരു കുഞ്ഞ്. അന്ന് ബ്രദർ ഇൻ ലോയ്ക്ക് ആണെങ്കിൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോയി ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കമ്പനി കൊടുക്കുമായിരുന്നു. എവിടെ വേണം, നല്ല കമ്പനി, വേൾഡ് ഫേമസ് ഒരു കമ്പനി, എവിടെ വേണമെങ്കിലും കൊണ്ട് ചെയ്യാനുള്ള എക്സ്പെൻസും എല്ലാവരും മീറ്റ് ചെയ്യും. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞത്, നിങ്ങളിപ്പം ആ ബിൽഡിംഗ് ഇടിച്ചിട്ട് ഹെലികോപ്റ്റർ കൊണ്ടുവച്ചെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിനെ ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ആ ഡോറിൻ്റെ അവിടെ വരെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറ്റില്ല. 12 മണിക്കൂറേ ആ കുഞ്ഞ് ജീവിച്ചോളൂ. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വല്യമ്മച്ചി 90 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ആ വല്യമ്മച്ചി 90 വയസ്സ് വരെ പഠിപ്പിക്കാഞ്ഞ കാര്യങ്ങൾ ആ കുഞ്ഞ് 12 മണിക്കൂറേ അത് ജീവിച്ചുള്ളൂ. അതെന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല, എന്നെ നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ 12 മണിക്കൂറിൽ അതെന്നെ ജീവിതം എന്തോന്ന് കുറേ പഠിപ്പിച്ചു. ജീവിതം എത്രയും നിസ്സാരമാണെന്നുള്ളത്. നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ എത്രയോ നിസ്സാരമാണ്, നമ്മുടെ ജീവൻ എന്തുമാത്രം നിസ്സാരമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിലും മതിമറക്കാനായിട്ടില്ല, അല്ലേ? ആ കുഞ്ഞ് അതിനെ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ചുറ്റിനുമുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ ടെക്നോളജിയും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇച്ചിരി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുക. ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും. ആദിവാസികൾക്ക് ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ അവരുടെ ജീവനും അവരുടെ സ്വത്തും ഒന്നും പറ്റിയില്ല, അവരത് സർവൈവ് ചെയ്തു. മറ്റേത് ടെക്നോളജിയും ഒത്തിരി എല്ലാം അറിയാമെന്ന് വിചാരിച്ചിരുന്നവർ ജീവനും നഷ്ടപ്പെട്ടു, സ്വത്തും നഷ്ടപ്പെട്ടു, അല്ലേ? ചിന്തിക്കുക. താങ്ക് യു.